ഓം നമഃശിവായ. ഇതാണ് ഭീംശില. നമുക്കിതിൻ്റെ ചുറ്റിനും ഒന്ന് പോയി കാണാം. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 ഇവിടുത്തെ ഈ മേളിൽ നിന്ന് കണ്ടില്ലേ, ഈ ഭാഗത്തുനിന്ന് വലിയ പ്രളയം ഉണ്ടായി. ഹിമവാന്റെ മടിത്തട്ടിൽ നിന്ന് വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയ പ്രളയമായിരുന്നു. ആ പ്രളയത്തിൽ ഇവിടെയുള്ള ഈ സൈഡിലെല്ലാം വീടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം ഒലിച്ചുപോയി. ഇവിടെയൊക്കെ ഇന്ന് ആൾക്കാരെല്ലാം ഒലിച്ചുപോയി. എത്ര പേര് പോയി എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഈ അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട്, ഇത് അമ്പലമാണ്, അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ ശില വന്നിങ്ങനെ നിന്നെന്നാണ് പറയുന്നത്. ഭീംശില. ഈ ഭീംശിലയിൽ വന്ന് വെള്ളം തട്ടിയിട്ട് രണ്ട് സൈഡിലോട്ടും സ്പ്ലിറ്റായിട്ട് ഒഴുകി അങ്ങനെ അങ്ങനെ അമ്പലത്തിന് യാതൊരു കേടുപാടും ഉണ്ടായില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ശിലയാണ് ഈ അമ്പലത്തിനെ രക്ഷിച്ചതെന്നാണ് പറയുന്നത്. ഭീമനാണ് ഇതിവിടെ കൊണ്ടുവന്നെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതിനാണ് ഇതിനെ ഭീംശില എന്ന് പേരിട്ടത്. അമ്പലത്തിന് തൊട്ടു പുറകിലായിട്ടാണ് ഇത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ വന്ന വെള്ളവും കല്ലും എല്ലാം ഇതിൽ വന്ന് തട്ടി രണ്ട് സൈഡിലായിട്ട് സ്പ്ലിറ്റായിട്ട് അമ്പലത്തിനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. സന്യാസിമാര് ഇരിക്കുന്ന കണ്ടില്ലേ, ഇത് ചുറ്റും സന്യാസിമാരാ. ഓക്കെ, അപ്പോൾ ഇതാണ് ഭീംശില. ഇനി നമ്മൾ ശങ്കരാചാര്യരുടെ സമാധി സ്ഥലത്തേക്ക് പോവുകയാണ്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. हर हर महादेव. कहाँ भागा जा रहा है? एक्सप्रेस हाईवे पे ब्रेक मार